ഈ ഹാപ്പിനെസ് എന്നുള്ളത് എങ്ങനെ കണ്ടെത്തും, അല്ലെങ്കിൽ എന്താണ് ആക്ച്വൽ ഹാപ്പിനെസ് എന്നുള്ളത് പലർക്കും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഞാനൊരു ചെറിയൊരു കഥ പറയാം. പണ്ട് ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ്, തൃശ്ശൂർ പൂരം ചേട്ടൻ പോകാറുള്ളതാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ചേട്ടൻ എന്താണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പുള്ളി പറയുകയാണ്, തൃശ്ശൂർ പൂരത്തിന് നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ നിറച്ചും ഭയങ്കര ജനത്തിരക്കൊക്കെ ആയിട്ട് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ആ ഒരു ഇതിങ്ങനെ കാണില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അപ്പോൾ അതാണോ ചേട്ടന് ഇഷ്ടമെന്ന് ചോദിക്കണം. അതല്ല എന്ന് പറയും. അപ്പോൾ അടുത്ത എന്താ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുൾ ചെണ്ടയും ഇതൊക്കെ ആയിട്ടുള്ള പഞ്ചവാദ്യം എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ മേളക്കൊഴുപ്പൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ഒരു സൗണ്ടും ഇതൊക്കെ ഇല്ലേ. അപ്പോൾ ചേട്ടൻ അതാണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കണം. അല്ല, അതല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമുള്ള കുടമാറ്റമുണ്ട്, നിറച്ച് ആനകൾ ഇതൊക്കെ ആയിട്ടുള്ള ഭയങ്കര വർണ്ണാഭമായിട്ടുള്ള കുടമാറ്റം കാര്യങ്ങൾ, എന്ത് രസം അത് കാണാമെന്ന് പറയണം. അപ്പോൾ പുള്ളി ചോദിച്ചു, അതായിരിക്കും ചേട്ടന് ഇഷ്ടപ്പെട്ടത്, കുടമാറ്റമായിരിക്കും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കും. പുള്ളി പറഞ്ഞ അതല്ല, അത് കഴിഞ്ഞ് വൈകുന്നേരം ഉള്ള വെടിക്കെട്ടുണ്ടല്ലോ, രാത്രിയുള്ള വെടിക്കെട്ട്, അത് ഭയങ്കര രസമല്ലേ. രണ്ട് സൈഡിൽ നിന്ന് ഇതൊക്കെ പൊട്ടിയിട്ട് കുറേ നേരം നിന്നിട്ട് ഭയങ്കര ശബ്ദവും വിളിച്ചൊക്കെ ആയിട്ട് ഭയങ്കര വെടിക്കെട്ട്. അപ്പോൾ ചേട്ടന് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടാണല്ലോ ഇഷ്ടം എന്ന് ചോദിക്കാനാണ്. പുള്ളി പറഞ്ഞ് അതുമല്ല, അതൊക്കെ കഴിഞ്ഞ് അവിടെ അന്നദാനം അതൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കും, നല്ല സദ്യ കഴിക്കും. അപ്പോൾ ചേട്ടന് തൃശ്ശൂർ പൂരത്തിൻ്റെ സദ്യയാണോ ഇഷ്ടമെന്ന് ചോദിക്കാൻ. അതുമല്ല, പിന്നെ എന്താ ചേട്ടന് ഇഷ്ടമെന്ന് ചോദിക്കാൻ. അപ്പോൾ പുള്ളി പറയാണ്, ഇതൊക്കെ കഴിഞ്ഞ് വെളുപ്പിനാകുമ്പോൾ വീട്ടിൽ വന്ന് ഒന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നല്ല വയറ് നല്ല വിറഞ്ഞിരിക്കുകയായിരിക്കും. ആ സമയത്ത് തെങ്ങിൻ്റെ ചോട്ടിൽ പോയി നിന്നിട്ട് ഒന്ന് മൂത്രം ഒഴിക്കുമ്പോൾ കിട്ടുമ്പോഴൊരു സുഖം, അതാണ് എനിക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം, ഈ ഒരു ഇത്രയും കാര്യത്തിൽ അവിടെ ഹാപ്പി ആവാനായി ഇഷ്ടപ്പെടാനുള്ള കാര്യങ്ങളുണ്ടായിട്ടും പുള്ളി ഹാപ്പിനെസ് കണ്ടെത്തിയത് ആ അവസാനത്തെ പ്രോസസ്സിലാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു കാര്യം കണ്ടെത്തുന്നത്. കാരണം നമ്മൾ പലരും വിചാരിക്കും കുറേ പൈസ ഉണ്ടാക്കുന്നതാണ് ഹാപ്പിനെസ്, അല്ലെങ്കിൽ കുറേ സ്വത്തുക്കൾ ഉണ്ടാക്കി വെക്കുന്നതാണ് ഹാപ്പിനെസ്, അല്ലെങ്കിൽ കുറേ കാറോ അല്ലെങ്കിൽ കുറേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നതോ അതൊക്കെയാണ് ഹാപ്പിനെസ് എന്നുള്ളത്. പലർക്കും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആർക്കും സ്ഥായി ആയിട്ടുള്ള സാധനമല്ല, ഇന്ന സാധനങ്ങളുള്ള ഹാപ്പി എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആളുകൾ മാറുന്നതനുസരിച്ച്, അവരുടെ ജീവിത സാഹചര്യം മാറുന്നതനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ ചിലർക്ക് വളരെ പീസ്ഫുള്ളായിട്ട് ഒരു ഹിൽ ഏരിയയിൽ അവിടെ എല്ലായിടത്തും പോയിരുന്നിട്ട് ചുമ്മാ അവിടേക്ക് ഇങ്ങനെ നോക്കി നല്ല ബ്രീത്തൊക്കെ ചെയ്തിട്ട് ഇരിക്കാനുള്ളതായിരിക്കും അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. അല്ലെങ്കിൽ ചിലർക്ക് സ്വന്തം വീടിൻ്റെ വരാന്തയിലിരുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഒരു മഴയൊക്കെ കണ്ട് ഒരു പാട്ടൊക്കെ കൂട്ടി പാട്ടൊക്കെ കേട്ടിരിക്കുന്നതായിരിക്കും ഹാപ്പിനെസ്. അപ്പോൾ ഈ ചെറിയ ആ ഹാപ്പിനെസ്സിൽ നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കുക. ലൈഫിലുള്ള ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹാപ്പിനെസ്സസ് കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം ആ ഹാപ്പിനെസ് എല്ലാവർക്കും കണ്ടെത്താൻ പറ്റും. അതിന് വലിയ പൈസ ചിലവൊന്നുമില്ല. അതല്ലാതെ ഒരുപാട് പൈസ ചിലവാകുന്ന ഹാപ്പിനെസ് അല്ലെങ്കിൽ വലിയ ലെവലിലേക്കുള്ള ഹാപ്പിനെസ്സിനെ പറ്റി നിങ്ങൾ ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ ആ ഹാപ്പിനെസ് എനിക്ക് ഇല്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിലെ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ ലൈഫ് എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റും.